ഹൈ, ഗുഡ് ഈവനിങ്. മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്തത് നമുക്ക് നോക്കാം. നേരെ നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി ആയിരുന്നു, നിഫ്റ്റിൻ്റെ എക്സ്പയറി. അപ്പം മാർക്കറ്റ് ഇന്ന് സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടുമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഒരു സ്ലൈറ്റ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഹൈയിൽ ക്ലോസ് ചെയ്തു. ബട്ട് ഇന്നൊരു 50 പോയിന്റ്സിൻ്റെ ഡൗണിലാണ് മാർക്കറ്റ്. പക്ഷെ അപ്പം തന്നെ റിക്കവർ ചെയ്ത് പുതിയ ഹൈസ് ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത് 24,100 എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് ലെവൽ തൊട്ട് തന്നെ മാർക്കറ്റ് മെല്ലെ മെല്ലെ, വളരെ അഗ്രസീവായിട്ട് ഫോൾ ഇല്ല, പക്ഷെ മെല്ലെ മെല്ലെ മാർക്കറ്റ് താഴോട്ട് വന്ന് പ്രീവിയസ്ലി ഇന്നലെ ഉണ്ടായിരുന്ന ഹൈ ലോയിനെ ആ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്യാമെന്ന് കണ്ടത്. അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അത് ചിലപ്പോൾ നാളെ ഫില്ല് ചെയ്തേക്കാം ഈ ഒരു റേഞ്ച്. ഓക്കെ, പിന്നെ ഇന്ന് എക്സ്പയറിയും കൂടെ ആയിരുന്നു. നാളെ ഗ്യാപ്പ് അപ്സ് ഓപ്പണിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഗ്യാപ്പ് അപ്പിനുള്ള ഓപ്പൺ ചാൻസ് കൂടുതലാണ്. അപ്പം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സംവെയർ അറൗണ്ട് ഈ ഒരു റേഞ്ചിലൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. 24,100 ആ റേഞ്ചിലൊക്കെ ഓപ്പൺ ചെയ്ത് ഇവിടത്തേക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഹെഡിങ് ടുവേർഡ്സ് 24,500 എന്ന് പറയാം. അതല്ല, മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് ബെയറിഷ് മൊമെന്റിൽ വരുവാണെങ്കിൽ ഇതായിരിക്കും നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവൽ 23,800. ഓക്കെ, ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക. കീ ലെവൽസ് നോക്കുക. ഇന്നത്തെ ഹൈ ഒരു കീ ആയ ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്കറ്റ് ഒരു 24,500 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഫ്ലാറ്റോ ബോട്ടം ബെയറിഷ്നെസ്സോ ഫീൽ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 23,800 ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത് നിഫ്റ്റിയിൽ. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നല്ല റാലി ആയിരുന്നു ബാങ്ക് നിഫ്റ്റി കാഴ്ചവെച്ചത്. ബട്ട് ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഒരു സ്ലൈറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത്. ബട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു ബൗൺ താഴോട്ട് വരിഞ്ഞു ഡ്രാഗ് ചെയ്യും. ആ ഒരു റേഞ്ചിൽ നിന്ന് ഇന്നലെ എടുത്ത ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് കയറിയായിരുന്നു ഓൾമോസ്റ്റ് 55,000. ഇന്ന് ആ 55,000 റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് കുറച്ച് കയറി ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ബട്ട് എന്നാലും നെഗറ്റീവിലാണ്, 0.36 നെഗറ്റീവിലാണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രോഡർ ഇൻഡെക്സുകൾ നോക്കുവാണെങ്കിൽ ബ്രോഡർ ഇൻഡെക്സിൽ ഈവൻ ഇന്നലത്തെ മാർക്കറ്റിനെയും ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് കയറാൻ ശ്രമിച്ചു. ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ ആ 22,800 850 ആ ഒരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. മാർക്കറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തു, പിന്നെ ആ ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഷോയിങ് ഒരു സ്ട്രെങ്ത് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. ആക്ച്വലി മിഡ് ഗ്യാപ്പ് ഓൾ ടൈം ഹൈ റേഞ്ചിൻ്റെ അവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം മിഡ് ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പ് രാവിലെ തന്നെ ഒരു നല്ലൊരു ഹ്യൂജ് മൂവ്മെൻറ്റ്, ഇല്ലെങ്കിൽ ഹ്യൂജ് ആയ ക്യാൻഡിലാണ് ഫോം ചെയ്തത് രാവിലെ തന്നെ. പക്ഷേ അത് പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് മേലോട്ട് ഹെഡ് ചെയ്തില്ല. അവിടെ നിന്ന് മെല്ലെ ആ ഒരു രാവിലത്തെ ആ ഒരു ഒറ്റ ക്യാൻഡിലെ കണ്ടിന്യൂസ് 11 o'clock തൊട്ട് മാർക്കറ്റ് വീണ് ഒരു 3:30 വരെ ആ ഒരു എൻഡിലാണ് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ ആ റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. ഓൾമോസ്റ്റ് ഇത് 33 പോയിന്റ്സിൻ്റെ അപ്പിലാണ്. ബട്ട് എന്നാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. ഒരു ടൈപ്പ് ഓഫ് ഒരു യു പാറ്റേൺ ആ രീതിയിൽ പറയാം നമുക്ക്. ഓക്കെ, റിവേഴ്സൽ യു പാറ്റേൺ അല്ലെങ്കിൽ വി പാറ്റേൺ ആ രീതിയിൽ മാർക്കറ്റ് മേലോട്ട് പോയി അതേപോലെ താഴോട്ട് വന്നു, റിവേഴ്സൽ അടിച്ച് തിരിച്ചു വന്നു. പിന്നെ ഇന്ന് പെർഫോം ചെയ്ത സെക്ടേഴ്സ് നോക്കാം. ഒന്ന് മെയിനായിട്ട് ഡ്രാഗ് ചെയ്ത് കൺസ്യൂമർ ഡ്യൂറബിലിറ്റി ആണ്. ഓൾമോസ്റ്റ് 1% നിഫ്റ്റി കൺസ്യൂമറിൽ വീണത്. ഓക്കെ, അതേപോലെ മെറ്റലാണ് ഇന്ന് മാർക്കറ്റിനെ കുറച്ച് പിടിച്ചു നിർത്തിയത്. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് കയറി അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ ഹൈ ലെവൽസ് തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് മെറ്റലാണ് ഇന്ന് മേജറായി മൂവ്മെൻറ്റ് തന്ന സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി ഡ്രാഗ് ചെയ്ത സെക്ടർ എന്ന് പറയാം നമുക്ക്. അതേപോലെ നമുക്ക് INR പെയർ എടുക്കുവാണെങ്കിൽ, INR USD പെയർ എടുക്കുവാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് പിന്നെയും ഡിക്ലൈൻ ആണ് കാണുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു 95 ഓപ്പൺ ചെയ്തു. പക്ഷെ സ്ലൈറ്റ് ഒരു ആ ഒരു റേഞ്ചിൽ തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത ആ ഒരു റേഞ്ചിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. നോക്കാം, നമുക്ക് മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരുമെന്ന് നോക്കാം.
അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മേ ബി ഇനിയും ഡ്രോപ്പ് ചെയ്യണോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ്. പിന്നെ അതേപോലെ ക്രൂഡ് ഓയിൽ നോക്കാം. ക്രൂഡ് ഓയിൽ നോക്കുന്ന സമയത്ത് ഇന്നും ഗ്യാപ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ബട്ട് ഒരു ഗ്രീൻ സിഗ്നലാണ് ഇപ്പോൾ കാണുന്നത്. ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്താൽ പോലും അവിടെ നിന്ന് നല്ല രീതിയിൽ നല്ല കയറുന്നുണ്ട്. അപ്പം പിന്നെയും മറ്റേ ഇറാൻ US-ൻ്റെ ആ ഒരു എസ്കലേഷൻ അങ്ങനെ തന്നെ തുടരുവാണ്. അഗ്രിമെൻറ്റുകളൊന്നും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പം എപ്പോഴും ന്യൂസസ് വാച്ച് ചെയ്യുക. ട്രംപ് ഓൾമോസ്റ്റ് എപ്പോഴും 8 o'clock 9 o'clock ആ റേഞ്ചിലാണ് ട്വീറ്റ് ചെയ്യുക. അപ്പം അതേപോലെ അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നടക്കാനുള്ളത്. അപ്പം അടുത്ത് തന്നെ നടക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ ലാസ്റ്റ് 2 ഡേയ്സിൻ്റെ മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. വാർ എൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചാൻസസേ ഉള്ളൂ. അവിടെ ഇത് അങ്ങനെ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. അപ്പം അത് പ്രോപ്പറായ മാർക്കറ്റിൽ അഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുക. അവരുടെ നീഡ്സ് ഇറാൻ്റെയും US-ൻ്റെ നീഡ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഗ്ലോബലി നല്ല മാർക്കറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ്, UK മാർക്കറ്റ്, US മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്നലെ. പക്ഷെ എന്ന് വരുമ്പോൾ പിന്നെയും അതേ രീതിയിൽ ഹോപ്പാണ് നിൽക്കുന്നത്. അല്ല ഒരു പ്രോപ്പറായ അഗ്രിമെൻറ്റുകൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ക്രൂഡ് ഓയിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കയറും. അതല്ല ക്രൂഡ് ഓയിൽ കുറച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കയറുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകും. ഓക്കെ, ആ സിറ്റുവേഷൻ ഇന്ന് എക്സ്പയറി ആയിരുന്നു. മെയ് മന്തിൽ എക്സ്പയറി ആയിരുന്നു. മെയ് മന്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മന്തിനെ അപേക്ഷിച്ച് മാർക്കറ്റ് ഒരു ബെയറിഷ് നോട്ടിലാണ് ഈ ഒരു മന്തിൽ എൻഡ് ചെയ്യുന്നത്. മാർക്കറ്റ് താഴോട്ടും പോയിട്ടുണ്ട്, മേലോട്ടും പോയിട്ടുണ്ട്. ബട്ട് ക്ലോസിങ് ഒരു റെഡ് ക്യാൻഡിലായിട്ടാണ് ഈ ഒരു മന്ത് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് മന്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് അടുത്ത മാസം ജൂണിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പം വാർ എൻഡ് ആവുന്ന ആ രീതിയിൽ തന്നെ ഇത് ഇവിടെയും മാർക്കറ്റ് കയറാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നോക്കി ട്രേഡ് ചെയ്യുക, പ്രോപ്പർ രീതിയിൽ നോക്കുക. അപ്പം ഓൾമോസ്റ്റ് ആരെങ്കിലും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിൻ്റെ വ്യൂ ബുള്ളിഷാണ്. ഓക്കെ, അപ്പം ഷോർട്ട് ടേം ട്രേഡ്സുകളിനെക്കാട്ടി വേണമെങ്കിൽ ഒരു മാസത്തെ ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ജൂണിലെ എക്സ്പയറി എടുത്ത് ആ രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിയർ ബൈ ഉള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതായിട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഈ ഒരു ലെവല് ഓൾമോസ്റ്റ് 23,800 ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നല്ലൊരു കീ സപ്പോർട്ടാണ്. അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യും. ഓക്കെ, അപ്പം ആ കാര്യങ്ങളാണ്. അപ്പോൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായി ചെയ്യുക കേട്ടോ. താങ്ക് യു.